ഇന്നത്തെ നാട്ടുകൂട്ടമായി എത്തിയിരിക്കുന്നത് ആറന്മുളയിൽ നിന്നും ദ പാണ്ഡവാസ്. ഈ പാണ്ഡവാസിനെ പ്രത്യേകം പറയണം, കാരണം വഞ്ചിപ്പാട്ടുകളാണ് ഇവർ പാടുന്നത്. ഇന്ന് നമുക്ക് വഞ്ചിപ്പാട്ട് കേൾക്കാം. അവരോടൊപ്പം ക്യാമറ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വഞ്ചിപ്പാട്ടുകാരനാണ്. ഹലോ അർജുൻ സാരഥി. ഹായ് അർജുൻ. ഹായ് അർജുൻ. ഹലോ. അപ്പൊ മാഷേ, ഇന്ന് പാടാനൊക്കെ റെഡിയാണോ? ആദ്യം നമുക്ക് കുറെ ചിരിക്കാം. ചിരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അങ്ങ് പാട്ട് പാടാം. മക്കളെ, അവന് എത്ര വയസ്സായി? 3.5. അല്ലല്ല, അതറിയാമോ, ഞാൻ പറയും എന്റെ കാര്യങ്ങൾ വേറെ ആരും പറയണ്ടത്. പാടാൻ അറിയാമെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങളും പറയാൻ അറിയാം. ഏതാ? നമുക്ക് കേൾക്കണം കേട്ടോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, വഞ്ചിപ്പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അർജുൻ മോന്റെ പാട്ടും നമുക്ക് കേൾക്കാം. അതുണ്ടെങ്കിൽ ഞങ്ങള് ലാസ്റ്റ് വരെ ഇരിക്കണം അല്ലേ? നമ്മള് ലാസ്റ്റ് നമ്മുടെ അർജുന്റെ പാട്ട് നമുക്ക് കേൾക്കാം. പാറൂന്ന് അവിടെ ബാറ്റ് കളിക്കാൻ പോയി. അപ്പൊ സ്കൂളിൽ പോയിട്ട് അവിടെ ബാറ്റ് കളിക്കാൻ പോകും. നമുക്കത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അത് മാത്രമല്ല, പാറു നോട്ട് ദ പോയിന്റ്. അല്ലല്ല മക്കളെ, എന്റെ വീടിനടുത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്, നേമത്ത്. ഞാൻ സംസാരിക്കാം. പാറൂന്നത്ത് ഷൂട്ട് ചെയ്യാൻ ഇവർ പാട്ട് പാടി അവിടെ അമ്പലത്തിൽ. അപ്പൊ വിഷയം സാംസ്കാരിക മന്ത്രിയായിട്ട് സംസാരിക്കാം. അത് വേണ്ടി വരും. വിഷയം വേറെ ലെവല് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതെല്ലാം നമുക്ക് പരിഹരിക്കാം. നമുക്ക് ആദ്യം ഇപ്പൊ സ്കിറ്റ് കാണുന്നതിനെ പറ്റി അർജുന്റെ അഭിപ്രായം എന്താണ്? നമുക്കിവിടെ വരണം. നമുക്കിവിടെ വന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറയാനുണ്ട്. അയ്യോ, ഇനി അതും ഉണ്ടോന്നാണോ? ഇല്ല, അവ പാർവതിയിൽ നിൽക്കണേ ഉള്ളൂ. പാട്ട് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, നമ്മളിൽ മാത്രമില്ല. ആ മതി. അപ്പൊ എന്തായാലും അർജുൻ മോനെ മോൻ പാട്ട് പാടുന്നേ. സ്കിറ്റ് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. റെഡി. സ്കിറ്റ് വരട്ടെ. അമേരിക്ക നിക്കർ. നിങ്ങൾ ഇങ്ങനെ കൂട്ടിലിട്ട് വരിക അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് പോലെ നടക്കാതെ കാര്യം പറ അങ്ങോട്ട്. നീ ഇങ്ങനെ മോങ്ങായിരിക്കണം, മൂങ്ങ കണക്ക് മിണ്ടായിരിക്കാത്ത നീ എന്തെങ്കിലും മൂങ്ങയാ? നീ അല്ലേ എന്നെ വരുമെന്ന് വിളിച്ചത്? നിങ്ങൾ എന്നെ മൂങ്ങയെന്ന് വിളിച്ചത്? നീ എന്തിനാ? നീ മനപ്പൂർവ്വം എന്നെ വരുമെന്ന് വിളിച്ചത്? അയ്യോ, മനപ്പൂർവ്വമാണെങ്കിൽ ഞാൻ വരുന്നല്ല, എന്നെ കൊണ്ടുപോകും. നമ്മൾ ഐഡന്റിറ്റി തിരിച്ചറിയേണ്ട സമയമല്ല ഇപ്പൊ. ഇവിടെ മൂങ്ങയും വരുകയല്ല വിഷയം. ഇതാണ് വിഷയം. ഇതാര് വാങ്ങിച്ചു കൊടുത്തത്? ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാണ്, ചേട്ടാ നമുക്ക് ഇങ്ങനെ വില കൂടിയ ടച്ച് ഫോണൊന്നും വേണ്ടാന്ന്. വല്ല ടൂട്ടു ടീറ്റി അങ്ങനെ മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. എടി, നീ കീപാഡ് ഫോണിന്റെ റിംഗ് ടോൺ കേട്ടിട്ടില്ലേ? ടൂട്ടു ടീ ടൂട്ടു. ഇപ്പൊ എന്നിട്ട് എന്തായി? വീഡിയോ കോള്, ചാറ്റിങ്, മെസ്സേജ് ആയി പോവും. ഇനി ഇതിൽ വേറെ വല്ല കുന്ത്രാണ്ടോണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ പതുക്കെ പറ, നാട്ടുകാർ കേൾക്കുമെന്ന്. ഇനി കേട്ട് കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ടോ? ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണില്ലേ? എന്നിട്ട് നമ്മളോട് ഈ ചതി വേണമായിരുന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരും, നീ എന്റെ നേരത്തെ ചാടിക്കയറണം. ചാടിക്കയറി ഒന്നും പറയാൻ നിൽക്കരുത്. എടി, പ്രായത്തിനെങ്കിലും നോക്കണം, അറിയാമോ? എന്തെങ്കിലും കടുകൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് തൂങ്ങുമെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും. നീ മുള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് മുള്ളാൻ പോയിട്ട് വന്നാലും. അതെ, ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തീർത്തോളാം. ഇന്ന് വരട്ടെ. ഇന്ന് ഞാൻ നെല്ലും പതിരും തിരിയും. നിങ്ങൾ എന്താ കൊയ്ത്തിന് പോണം? അല്ലടി, കുട്ടനാട്ടിൽ കൊണ്ടുവന്ന കൊയ്ത്ത് യന്ത്രം ഞാൻ. പിന്നെ നിങ്ങൾ എന്തിനിങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ തങ്കച്ചനോട് പറഞ്ഞ് മനസ്സിലാക്കണം. തങ്കച്ചന്റെ അടുത്ത് എന്തിനാ ഇപ്പൊ പറയാൻ പോണം? തങ്കച്ചന്റെ അടുത്ത് എന്തിനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? എന്തോന്ന് തങ്കച്ചൻ? എടി, തഞ്ചത്തി പറഞ്ഞ് മനസ്സിലാക്കണം. എന്തെങ്കിലും പറഞ്ഞ അതിൽ കയറി പിടിച്ചു. വരുന്നുണ്ട്, കാര്യങ്ങൾ ഇന്ന് ക്ലിയർ ആക്കണം. പറഞ്ഞ മനസ്സിലായില്ല? വരട്ടെ. ഞാൻ സീരിയസ് ആയിരിക്കുവേ. മുണ്ട് മടക്കി കൂട്ടാ, അപ്പൊ സീരിയസ് വരും. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ, മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ.
ഇവിടെ നിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാൻ 1 മണിക്കൂർ മതി. അതെ 4 മണിക്കൂർ അവിടെ പോയി. എടാ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഫുട്പാത്തിൽ നടന്നു വരുമ്പോ ഒരു ബൈക്ക് കൊണ്ടൊരുത്തൻ എന്നെ നേരെ ചീറിപ്പാഞ്ഞു വന്നു. ഞാൻ അവിടെ തടഞ്ഞു നിർത്തിയവനെ. എന്നിട്ട് റിവേഴ്സ് എടുത്തിട്ട് റോട്ടിക്കൂടെ പോരാൻ വേറെ കാര്യം മനസ്സിലാക്കണം. ഇത് കണ്ടിട്ട് ആരൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ നാളെ വൈറലാവും ഉറപ്പാണ്. നാളെ ഒന്ന് ഫുട്പാത്തിൽ പോണം വണ്ടി തറയാനേ. അമ്മച്ചി മുത്തശ്ശി ഞാൻ ഒരു കാര്യം പറയട്ടെ. അറിയാണ്ട് ഒരു കാര്യം ചെയ്താൽ വൈറലാവും. അറിഞ്ഞുകൊണ്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ എയറിലാവും. പ്ലേയിങ് കിസ്റ്റ് അടിച്ച് കാണിക്കാതെ കാര്യം പറയാം. മുത്തശ്ശിയോട് എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കാൻ. എന്താ? ഞങ്ങൾ ആരാണ്? നീ എന്റെ മോന്റെ മോൻ, അവൻ നിന്റെ ഭാര്യ. കറക്റ്റാണ്. ഇതെന്താണ്? ഇത് നിങ്ങൾ എനിക്ക് മേടിച്ചു തന്ന ഫോൺ ആണ്. ഇതിനകത്തെന്താണ്? അതിന്റെ അകത്തുള്ള ടെക്നോളജി ഒന്നും എനിക്കറിയാൻ പാടില്ല മോനെ. അല്ലാത്ത കുറെ ടെക്നോളജി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഒരു മുള്ളു വെച്ച സംസാരം നിനക്ക്? മുള്ളു വെച്ചതിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒന്ന് മുള്ളിട്ട് വന്നാലാ? വേലായുധം നിങ്ങളൊന്ന് മിണ്ടാ നിൽക്കോ, ഞാൻ ചോദിക്കട്ടെ. നീ ആ കൃഷ്ണമണിയുടെ അകത്തിടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മുള്ളും. അതെ, ഈ ഫോണിനകത്തുള്ള ചാറ്റിങ്ങും വീഡിയോ കോളും ഒക്കെ ആര് ചെയ്തത്? എന്താടി പറഞ്ഞു? ചാറ്റിങ്ങും വീഡിയോ കോളും. നീ എന്താ പറഞ്ഞ? ചാറ്റിങ്ങോ വീഡിയോ കോളോ? എന്റെ മുഖത്ത് നോക്കി നീ അങ്ങനെ പറഞ്ഞോടി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സാവാച കർണാടക ഒരു കാര്യം അറിയാൻ പാടില്ല. ഞാൻ നീ അതേ കയറി പിടിക്കല്ലേ. അറിയാതെ വീണ് പോയതാണ്. മനസ്സാവാച ഒന്നും അറിയാൻ പാടില്ലാത്താണ്. ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഞാൻ. ഈ കുടുംബത്തിന് മോശപ്പെടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. വീഡിയോ കോൾ, ചാറ്റ്. അപ്പൊ പിന്നെ ഈ ചാറ്റിങ്ങും വീഡിയോ കോളും ഒക്കെ ചെയ്തത് ആര്? എന്തിന്? അത് ജോമോൻ എന്ന് പറഞ്ഞൊരുത്തരാണ്. ആ ജോമോൻ. കണ്ടോ? പേര് കിട്ടി, ജോമോൻ. ജോമോൻ അതാര്? അത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്റെ മുത്തശ്ശി നിങ്ങൾക്ക് 18 അല്ല 80 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ. ജോമോൻ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേർ. അതെ, ജോമോൻ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ്മേറ്റ് ആണ്. കൂടെ പഠിച്ചതാ? ആ, കൂടെ പഠിച്ചതാ. അപ്പൂപ്പനാണ്. ഇപ്പൊ അപ്പനാണ്. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പണ്ട്. അവൻ രാവിലെ തന്നെ ഒരു ഹായ് വിടും. പിന്നെ അപ്പൊ ഞാൻ ഹായ് അങ്ങോട്ട് വിടും. പിന്നെ ഗുഡ് മോർണിംഗ് അവൻ ഇങ്ങോട്ട് വിടും. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് അങ്ങനെ വിടും. പിന്നെ അവൻ വീഡിയോ കോൾ ചെയ്യും, ചാറ്റ് ചെയ്യും. ഞാൻ ചെയ്യാറില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടില്ല. അവനാണ് വീഡിയോ കോൾ ചെയ്ത് ചാറ്റ് ചെയ്തത്. എന്നെ കുറ്റം പറയില്ലേ? നമ്മുടെ കുടുംബത്തിൽ ദോഷം ചെയ്ത ഒരു കാര്യം ചെയ്യില്ല മോളെ. എന്നെ കുറ്റപ്പെടുത്തി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോ ഒരുമിച്ച് പഠിച്ച കുറ്റം ചെയ്തിട്ടില്ല. അവനാണ് ചാറ്റ് ചെയ്തത്. അവനാണ് ചാറ്റ് ചെയ്തത്. അവൻ ഈ ഒരുമിച്ച് പഠിച്ചവരാറും അവനാണ് വീഡിയോ കോൾ ചെയ്ത്. ഞാനെല്ലാം വീഡിയോ കോൾ എങ്കിലുമൊക്കെ ചിലപ്പോ അവർക്ക് പഴയ ചാറ്റ് ചെയ്ത അവനാണ്. അതല്ലേ പറഞ്ഞ് മനസ്സിലാക്കണം. മുത്തശ്ശിയായി അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമല്ലേ? അല്ല, എനിക്ക് കാര്യം മനസ്സിലായി. അമ്മൂമ്മയുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ അയാളെ വിളിച്ചതിന് ഇതിൽ തീരുമാനമാക്കണം നമ്മൾ. സംഭവം ഓക്കെ. പക്ഷെ ഇതൊക്കെ ഇതിലെ ചാറ്റൊക്കെ കണ്ടോണ്ട് പറയുക. ഇതൊന്നും വേണ്ടാന്ന് വിളിച്ചൊന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തേക്കണം. വിളി ലൗഡ് സ്പീക്കർ ഇടണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ ഇതാ ലൗഡ് സ്പീക്കർ. ഹലോ 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 ഡെലൂലു. എന്താ ഡാർലിംഗ്? ഡെലൂലുവാ? ഡാർലിംഗ് ഡെലൂലുവാ? എന്നെ വിളിക്കുന്ന പുള്ളി വിളിക്കുന്ന അങ്ങനെയാണ് ഡെലൂലുന്ന്. ഡെലൂലു അവരൊക്കെ പോയല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ വീഡിയോ കോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് വീഡിയോ കോൾ വിളിക്കാത്ത? ഇന്നലെ രാത്രി വീഡിയോ കോൾ വിളിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തു. എപ്പോ നോക്കിയാലും ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ സമ്മതിക്കുമോ? എപ്പോ നോക്കിയാലും വീഡിയോ കോൾ ഇങ്ങോട്ട് വിളിക്കാന്നല്ലേ ഞാൻ പിണക്കോ ഡെലൂലു? കേട്ടോ ഡെലൂലു, ഞാൻ പിണക്കോ. ഇന്നലെ രാത്രി എന്നോട് എന്താ പറഞ്ഞത്? നമ്മൾ ഹിമാലയത്തിന്റെ മണ്ടയിൽ പോയിട്ട് മഞ്ഞുമലകൾക്കിടയിൽ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും എന്റെ സെറ്റ് കൊണ്ട് തടുത്തു പോകും. അതുകൊണ്ട് ഞാൻ ഉരുളാത്ത. ഡെലൂലു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നിന്നെ കാണാൻ വേണ്ടി. ഡെലൂലു, ഐ ലവ് യു. ഞാൻ ചാറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞതാ. ഞാൻ അവനോട് വീഡിയോ കോൾ ചെയ്യുന്നത് പറഞ്ഞതാ. ഞാൻ അവനോട് വിളിക്കില്ലെന്ന് പറഞ്ഞതാ. എന്തായിരുന്നു അഭിനയം? എന്താ ഇത്? അല്ല, സ്റ്റേറ്റ് അവാർഡ് എടുക്കാൻ പോയ താമസിക്കുക. അതുകൊണ്ട് ഇത് വെച്ചേ. പൊന്നുമുത്തശ്ശി. അതെ, അയാള് വരൂലേ? അയാള് വരട്ടെ. വന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇന്ന്. അതെ, വരാന്നല്ലേ പറഞ്ഞേക്കണ. വരട്ടെ. ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അതെ, പറഞ്ഞു വിട്ടോളണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മനസ്സിലായി? ഞാൻ ഇവിടെ മുള്ളിന്റെ മേളിലാണ് നിൽക്കുന്നത്. മുള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് മുള്ളിയിട്ട് വന്നാലാ. പല്ലിറുക്കി ചവല്ലേ. നമ്മുടെ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു കാര്യം.
ആ ജോമോൻ എന്ന് പറഞ്ഞ കിളവൻ വന്നിട്ടുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയിടല്ല. വാ നമുക്ക് ഒളിച്ചിരിക്കാം. വാ. ഒളിച്ചിരിക്കുമ്പോ മുള്ളോ ഞാൻ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പിണക്കം മാറ്റാം. വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഇന്നലെ രാത്രി എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് പിക്കപ്പ് ലൈൻ പറയാൻ അറിഞ്ഞുകൂടുന്നു. ഞാൻ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സിനിമയിലുണ്ട് പ്രേമലു, ചിത്രകഥയിലുണ്ട് കമാലു, നീ എന്റെ ഡെലുലു. എങ്ങനെയുണ്ട്? പിന്നെ എന്റെ വീട്ടുകാരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. വീട്ടുകാർ പറഞ്ഞു ഓക്കെ സമ്മതമാണെങ്കിൽ കെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീട്ടുകാരോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തോന്നു? എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ജസ്റ്റ് ബ്രേക്കപ്പ്. 3 അറ്റാക്ക് കഴിഞ്ഞ് എന്റെ അടുത്തോട് പറഞ്ഞു കേട്ടോ. ലെസ് ബ്രേക്കപ്പിന് പറയാം, ജസ്റ്റ് ബ്രേക്കപ്പ് എന്ന്. ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്? എന്റെ മുഖത്ത് നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. ഇറങ്ങിപ്പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മുഖത്ത് നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. എന്റെ മുഖത്ത് നോക്കി എന്റെ കണ്ണി നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. ഇറങ്ങിപ്പോടാ തിണ്ടി എന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയല്ല, ഇത് ഡെലിവറി അല്ല. ഇത് ഡെലിവറി, എന്റെ ഡെലിവറി ഇങ്ങനെയല്ല. എന്റെ മുഖത്ത് നോക്കി പറ ഡെലിവറി എന്നെ വേണ്ടെന്ന് പറ. അത്തലേടാ തെണ്ടി ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഇഷ്ടമല്ല ഡെലിവറി. എനിക്ക് ഇഷ്ടമല്ല നിന്നെ, ഇഷ്ടമല്ല. സത്യം പറയാൻ ഇഷ്ടമല്ല ഡെലിവറി. ഓഹോ, കാണാൻ കൊള്ളാന്നുള്ള മുത്തശ്ശിയാർക്ക് നിങ്ങൾക്ക് ചോദിക്കാനും പറയണ വീട്ടിൽ മക്കളൊന്നും ഇല്ലേ? ഈ മോശത്തെ ഇതൊക്കെ ഒരു മനുഷ്യ ഒരു സ്ത്രീക്ക് അയക്കാൻ പാടുണ്ടോ? ഞാനൊക്കെ ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടില്ല. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം. അപ്പം ഡെലുലു അല്ല, ഡെലുലിനെ കൊണ്ട് നിങ്ങൾ പറയിച്ചാണല്ലേ? എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ഡെലുലിനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇടപ്പഴിഞ്ഞിപ്പുഴ, ഇരഞ്ഞിപ്പുഴ അല്ല, ഇലയിലുള്ള പുഴു അല്ലല്ല, ഇലവഴിഞ്ഞിപ്പുഴ. അത് തന്നെ, ഇലവഴിഞ്ഞിപ്പുഴ മൊയ്തീനുള്ളതാണെങ്കിൽ എലീൻ അറബിക്കുള്ളതാണ്. അതല്ല, ഈ സലാഡ് എനിക്കുള്ളതാണ്. അല്ല, ഈ ഗുലാമു എനിക്കുള്ളതാണ്. അയ്യോ ഇതെന്തിന്? ഈ ലുലുലു ഡെലിവറി എനിക്കുള്ളതാണ്. അപ്പൊ വെള്ളം കുടി. അപ്പൊ ബിപിയുടെ ഗുളിയൊക്കെ കഴിച്ചായിരുന്നാ? ബിപിയുടെ ഗുളിക കഴിച്ചായിരുന്നാ? ടെൻഷൻ കയറണേ, ടെൻഷൻ കയറണേ, ടെൻഷൻ കയറണേ. സത്യമായിട്ടും എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളതൊക്കെ അവൾക്കും ഉണ്ട്, അവൾക്കുള്ളതൊക്കെ എനിക്കും ഉണ്ട്. അതെന്തോന്ന്? SPC. ഓ, ഷുഗർ പ്ലസ് കൊസറ്. ഷുഗർ പ്ലസ് കൊസറോള്. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ പറയാൻ പോലും എനിക്ക് പറ്റില്ല. അതാണ്. മാത്രമല്ല നിങ്ങളുടെ കാര്യം അറിയാം, ഈ ഡെലുലു ഭയങ്കര കലാകാരിയാണ്. ഡെലുലു ഞാൻ ഇവളും തമ്മില് ഡിവറ്റ് വരെ ഈ ഡെലുലു നന്നായിട്ട് നൃത്തം ചെയ്യും. ഈ ഡെലുലു നന്നായിട്ട് പാട്ട് പാടും. നിനക്കറിയാമോ? ഞാൻ കാണിച്ചു തരാം. എന്റെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇത്ര കാലമായിട്ട് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ മുത്തശ്ശ അനാവശ്യങ്ങളൊന്നും പറയരുത്. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കണം. ഞാനും ഇവളും കൂടെ ഡിവറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു ഓടുന്നു. എനിക്കും അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു അതെ ശാലിനിയും കൂടെ അങ്ങോട്ട് മാറി. ഇതിനെ പിടിയിട്ട് ഇതിന് BP മാത്രമല്ല വേറെ എന്തൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ തുണി അഴിച്ചിട്ട് നാണം കെടുത്തി. എനിക്ക് മനസ്സിലായി. അല്ല, അത് അപ്പൊ സംഭവം ഇങ്ങനെ ചവിട്ടി പിടിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡെലുലു എന്റെ അടുത്ത് ഡിവറ്റ് മാത്രം, അത് കുഴപ്പമില്ല, അത് വിട്. നിങ്ങൾ ഈ ഡെലിവറി എന്റെ അടുത്ത് റീൽസ് വരെ ചെയ്തിട്ടുണ്ട്. അറിയാമോ? ഈ ഡെലിവറി ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച് കാണിച്ചു. അയ്യോ, നമ്മൾ
ഇതൊക്കെ. ഇതിലുണ്ട്. പറ്റിപ്പോയി ചെയ്യാന്. ദൈവമേ. മുത്തശ്ശൻ നേരത്തെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പുഴു അടിച്ചേനെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഡെലുവിനെ ഇഷ്ടമാണ്. വേറൊന്നുമല്ല, ഈ ഡെലുവിന്റെ കലാവാസന ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. അറിയാമോ, എനിക്ക് ഡെലുവില്ലാതെ പറ്റൂല. മുത്തശ്ശിയുടെ അഭിപ്രായം ചോദിക്കേ. മുത്തശ്ശിയുടെ അഭിപ്രായം തോന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. നമ്മളെ ഇഷ്ടക്കേട് നോക്കട്ടെ. മുത്തശ്ശിക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ അത് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അതാണ് അതാണ് ഞങ്ങളെ ഒന്നിപ്പിക്കണം. സംഭവം ഓക്കെ, പക്ഷെ നാട്ടുകാരറിഞ്ഞ എന്തോ വിചാരിക്കും? നാട്ടുകാരറിഞ്ഞ എന്തോ വിചാരിക്കും? നാട്ടുകാരാ? പിന്നെ നിങ്ങൾ നാട്ടുകാരല്ലോ, നിങ്ങൾ പറ, നിങ്ങൾ ഒന്നിക്കണ്ട്. പിന്നെ ഒന്നിക്കണ്ട് വഞ്ചിപ്പാട്ടുകാരെ നമ്മൾ ഒന്നിക്കണ്ട്. നമ്മൾ ഒന്നിക്കണം. നാട്ടുകാരെ മൊത്തം പറഞ്ഞു ഞങ്ങൾ ഒന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം? അവർക്ക് ഈ പ്രായത്തിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കളയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ റീൽസും പരിപാടിയൊന്നും വേണ്ട. അതില്ല, കുടുംബത്തിൽ വെളിയിറങ്ങി നടക്കണം. അതുകൊണ്ടാണ് അത് കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ. ഓക്കെ ഓക്കെ. ഡെലുലു പറഞ്ഞേട്ടാ, നമ്മൾ ഒന്നിക്കാൻ പോണെന്ന്. ഇനി കഴിയോ? അയ്യോ, അപ്പൊ നമ്മള് എന്നാ കല്യാണം കഴിക്കുന്നേ? ആദ്യം വലിവിന്റെ മരുന്ന് കഴിക്ക്, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ ഡെലുലു. പ്രേമലു, ചിത്രകലയിലുണ്ട് കമാലു, കോമഡി മാസ്റ്റേഴ്സിലുണ്ട് ഡെലുലു. പാണ്ഡവാസ്, നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ചിരിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയല്ലേ? വീണ്ടും നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 പേരെ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടോ. സജീവണ്ണൻ, മനോജണ്ണൻ, അഞ്ജന. ചേച്ചി ബാറ്ററി ഓൺ. അപ്പൊ വിളിക്കാം. സജീവണ്ണൻ, മനോജണ്ണൻ, അഞ്ജന. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ അണ്ണാ. ഞാനിതെങ്ങനെ സഹിക്കില്ല. ചേച്ചി, ഓ ചേച്ചി പോട്ടെ ചേച്ചി. നല്ലവരൊക്കെ ദൈവം നേരത്തെ വിളിക്കും. നിന്നെ ഇപ്പൊ ആര് വിളിച്ചടാ? നിന്നെ ഇപ്പൊ ചേട്ടാ ആര് വിളിച്ച്? അതല്ല പറഞ്ഞത്. അതൊന്നും അല്ല, അങ്ങനെ അല്ല, അതല്ല പറഞ്ഞത്. മരിക്കാതെ എന്തായാലും മരിക്കും. ആര് മരിച്ച്? ആര് മരിച്ചെന്ന്? വെള്ള തുണി മൂടി ഇട്ടേക്കണ്. അത് കൊള്ളാം. എന്തായാലും വെള്ളത്തുണി മൂടി ഇടുന്നതെല്ലാം അങ്ങ് മരണമാണോ? അങ്ങനെയാണോ? ചായക്കടയിൽ പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചിട്ട് മേളിലെല്ലാം വെള്ളത്തുണി ഉണ്ടല്ലോ, അതെല്ലാം ചത്ത് കിടക്കുവാന്നോ? ഞാൻ ചോദിക്കുവാ കേട്ടോ. പൊന്നു സഹോദരങ്ങളെ, മരിച്ചതല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു മിന്നല്, ഒരു പൊട്ടല്, എന്റെ അണ്ണനങ്ങ് ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ മൊത്തം ഇലക്ട്രോണിക് സാധനം എല്ലാം അടിച്ചു പോയി മക്കളെ. നിങ്ങൾക്കറിയാമോ? ആ അടിച്ചു പോയ സാധനം എല്ലാം കൂടെ ഞാനിവിടെ മൂടിയിട്ടേക്കുവാ കേട്ടോ. അല്ലാതെ എന്റെ അണ്ണൻ സത്തൊന്നും അല്ല, മനസ്സിലായോ? ഇന്നലെ അടിച്ചു പോയപ്പോഴേ ഞാൻ ആ കാലിനെ വിളിച്ചു പറഞ്ഞതാ ഇതൊന്ന് ശരിയാക്കി തരണേന്ന്. അവ ഇപ്പൊ വരാന്ന് പറഞ്ഞതാ, ഇതേവരെ വന്നില്ല. വല്ല ഇലക്ട്രോണിക്സ് പണിക്കാരനാ കേട്ടോ. എന്റെ അണ്ണൻ ഇതറിഞ്ഞ അവിടെ തിരിച്ചിട്ടുണ്ട്. കട്ടപ്പെട്ട പൈസ ഇല്ലയോ? എവിടെ എത്തിയോ എന്തോ, ഫ്ലൈറ്റ് കയറിയോ? ആ വെല്ലുണ്ടോ, വെല്ലുണ്ടോ അണ്ണാ? അണ്ണാ വിമാനത്തെ ഇരുന്ന അണ്ണാ? നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഞാൻ ഫ്ലൈറ്റിന്റെ അറ്റത്തിരിപ്പുണ്ട്. ഫ്ലൈറ്റിന്റെ അറ്റത്തിരിക്കെന്താ, വറുത്ത മീനോ? അതിന്റെ ചില സ്വഭാവങ്ങളുണ്ട്. ദൈവമേ, എനിക്കാണെങ്കിൽ സഞ്ജു സാസിന്റെ കളി കാണണം, സീരിയല് കാണണം. ഇതിനി എപ്പ ശരിയാക്കിയിട്ട എനിക്കൊന്ന് കാണണേ. ഞാനിനി എപ്പ കാണണേ? എനിക്കൊന്ന് കണ്ടാ മതിയേ. എന്തൊരു ബഹളം ചേച്ചി, എന്തുവാ ചേച്ചി ഇവിടെ? എവിടുന്ന്? ഒരു അയലത്തുകാരിയാ കേട്ടോ. ഇവിടുത്തെ പ്രശ്നം ഇപ്പഴാ ഓടി വരുന്നത്. എന്തുവാടി ഇവിടുന്ന് മക്കളെ? ഇന്നലെ രാത്രി ഒരു മഴയത്തൊരു കൊല്ലാനും ഒരു മിന്നൽ കേട്ടായിരുന്നു. അയ്യോ ചേച്ചിയുടെ സുരേട്ട എല്ലാം ഇട്ടിട്ട് പോയേ. ലോജിക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, ചേച്ചിയുടെ അണ്ണൻ ചേച്ചി ഇട്ടിട്ട് പോയേ.
അയ്യോ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞ് വനജേ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ഈ കിടക്കുന്ന ആണോ അണ്ണ? നീ എന്ത് പാടി പറയുന്നത്? എടി ഞാൻ പറയണോ? കത്ത് കിടക്കുന്ന സമയത്തെങ്കിലും ഞാനിത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അണ്ണന്റെ ആത്മാവിന് പോലെ ശാന്തി കിട്ടത്തില്ല. തുറന്ന് പറഞ്ഞാ ഒന്ന് കേക്കട്ടെ. ചേച്ചിക്ക് അറിയാമോ, ചേച്ചിക്ക് ഒരു നൈറ്റ് വാങ്ങിയപ്പോ 10 പട്ടുസാരി അണ്ണൻ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. പറന്നിറങ്ങ്. മാത്രോ പക്ഷെ ലീവിന് വരുമ്പോ അപ്പള് ഓറഞ്ച്, മുന്തിരി, ഏത്തപ്പഴം എന്തെല്ലാം പഴവർഗ്ഗങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നേ. സാധനം വാങ്ങിക്കാൻ പറയുമ്പോഴത്തെ അവന്റെ വായി പഴം, ബാക്കിയല്ല അവിടെ കൂട്ടി കൊടുത്തേക്കുവാ. പറന്നിറങ്ങ് തരാം. അത് മാത്രോ ഈ പാവം പിടിച്ച ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും അധിക വിഹിതം കിട്ടിയ ആ പൈസ വരുന്നത് എന്റെ അക്കൗണ്ടിലായിരുന്നു. അത് അഹിത വിഹിതമല്ല, ഇതിനാണ് പറയുന്നത് അവിഹിതം. അയ്യോ ഒറ്റയ്ക്ക് കരയാൻ വയ്യേ, ഒന്ന് കോസ് കരഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ. അയ്യോ എന്റെ നാക്ക് കുഴയുന്നു ചേച്ചി, കാല് തളരുന്നു ചേച്ചി, എന്റെ സകല നടിഞ്ഞിടുമ്പോ തളർന്നു പോകുന്നു ചേച്ചി. പറഞ്ഞതിനകത്തുണ്ടോ വല്ലോ? എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ, എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ. അയ്യോ എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ. ഹലോ ജാഫറടിക്ക് വന്നേ. ഈ കിടക്കുന്ന പിടിൽഫാനാണോ എന്നെ മരിച്ചുപോയ നിന്റെ അണ്ണൻ? പറയടി, നീ കുറച്ചു മുമ്പ് ഒരു അമ്മയുടെ വയറ്റിന്ന് പിറന്നില്ലെങ്കിലും കൂടപ്പുറപ്പിനെ പോലെ കഴിഞ്ഞ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റുമോ ചേച്ചി? ഒരു സെക്കൻഡിൽ അവള് ലോജിക്കട ചടപ്പ് കണ്ടോ? കൂടപ്പറപ്പ് പറന്നിറങ്ങ് കേട്ടോ. കോഴിക്കോട് അടക്കട്ടെ ചേച്ചി. കോഴി ഇനി വരട്ടെ, കൂട്ടിലടക്കണോ വീട്ടിൽ കയറ്റണോ എന്ന് ഞാൻ തീരുമാനിക്കും. നീ ഇനി വന്നേ. ഇലക്ട്രോണിക്സ് ശരിയാക്കാൻ വരുന്നില്ല, പയ്യൻ വരുന്നുണ്ട്. അകത്ത് വെച്ച് കട്ടൻ ചായ ഇട്, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല് പോ അങ്ങോട്ട്. ഹലോ ചേച്ചി, എന്ത് സംസാരം ചേച്ചി സംസാരിക്കുന്നത്? ഞാൻ ഇപ്പൊ ഒന്ന് ശരിയാക്കിയ ഫാൻ കറങ്ങുന്നില്ലെന്നോ? അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യ് ചേച്ചി, അവിടെ വീട്ടിൽ കിടക്കുന്ന ഒരു കസാര എടുത്ത് ജനലിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കൊണ്ടിട്. എന്നിട്ട് ജനൽ തുറന്ന് നിന്നിട്ട് എത്തി വലിഞ്ഞ് റോഡിലോട്ട് നോക്കി ഫാൻ ശരിയാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, ഫാൻ ശരിയാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നീട്ടി ഒരു വിളിയങ്ങ് വെച്ചൂടാ. അല്ല പിന്നെ ഇങ്ങോട്ട് വന്നേ. ഇത് അടിച്ചു പോയ സമയത്ത് നിന്നെ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ചേച്ചി ഇതാ വരുന്നെന്ന്. ഈ ഉച്ച സമയത്താണോ വരുന്നത്? ചേച്ചി പണിയുടെ തിരക്കായി പോയി ചേച്ചി. പണിയുടെ തിരക്ക് വല്ല കഴിച്ചോടാ നീ? ഇല്ല ചേച്ചി, ഈ ഉച്ച സമയത്ത് ചൂടായിട്ട് എന്ത് കിട്ടും? ടെറസിന്റെ മണ്ടലോട്ട് കയറി നല്ല വെയിൽ കിട്ടും. എണ്ണ തേച്ച് കഴിഞ്ഞാൽ വറുത്ത് ഞറക്കാം. തമാശ പറയാനുള്ള സമയമല്ല, നല്ല വിശപ്പുണ്ട് ചേച്ചി. നല്ല വിശപ്പുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യണം. ഇതിന്റെ മേളിൽ വേറെ ഒരു ആഹാരം കഴിക്കരുത് കേട്ടോ. ഈ വിശപ്പിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്ക് പേര് കിട്ടൂടാ. നല്ല വിശപ്പൊന്നും അഴുക്കാക്കി കളയരുത്. ചേച്ചി എന്ത് സംസാരിക്കുന്നത്? ഇന്നലെ അമ്മ തന്ന 2 ഇഡ്ഡലിയിലെ പുറത്താ ഞാൻ നിൽക്കുന്ന, അറിയാവോ? ബാലൻസ് കിട്ടത്തില്ലടാ. അത് തെറ്റി ഊപ്പാട് വരത്തില്ലേ? എങ്ങനെ നിൽക്കാൻ പോകുന്നു? സർക്കസുകാരനോടാ. അയ്യോ വിശന്ന് വലഞ്ഞ് വന്നവന് ഒരു തുള്ളി ആഹാരം കൊടുക്കല്ലേ കേട്ടാ. അതൊക്കെ പോട്ട്. എടാ കരിമീൻ കഴിക്കുവാടാ. പിന്നെ കരിമീൻ പിന്നെ കഴിക്കത്തില്ലയോ? അതിനും ഇല്ലേ വിശപ്പും ദാഹമൊക്കെ? എവിടെ പോകുന്നടാ ഇത്? എടാ അതല്ലെന്ന്, നല്ല കരിമീൻ വറുത്തതിനകത്ത് കുറച്ച് ചോറിനകത്ത് പുളിശ്ശോരി, കുറച്ച് സാമ്പാറും ഒക്കെ ഇട്ട് നന്നിട്ട് ഇടക്കിടക്കി ഒരു 3 പിടി ചോറ് കഴിക്കുന്നോണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ ചേച്ചി കഴിച്ചിട്ട് വരാം. ഇതൊക്കെ ഒന്ന് ശരിയാക്കി. ഇവിടെ ഇരിക്കുന്നു കേട്ടോ, ശരിയാക്കാൻ നോക്കടാ. അയ്യോ എന്റെ ചേച്ചി, ഇത് 1 ലോഡ് സാധനം ഉണ്ടല്ലേ ചേച്ചി. ഇത് എന്നെണ്ണം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇലക്ട്രോണിക് സാധനമല്ല, ഇന്നലെ അടിച്ചു പോയടാ. ചേച്ചി കരയണ്ട. ഞാനേ ഈ അടിച്ചു പോയ സാധനം എല്ലാം സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഞാനങ്ങ് എടുത്തോളാം. ചേട്ടാ എവിടെ ചേച്ചി? അങ്ങനെ അടിച്ചു പോയിട്ടില്ല. പറന്നിറങ്ങട്ട് അടിച്ചിറക്കും, അന്നം പറഞ്ഞുകൊണ്ട് പോയാ മതി. എന്റെ ചേച്ചി കുടുംബം ആവുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ കാണും. എന്നാലുവോ അപ്പോഴേ മക്കളെ കളയാനോ? പിന്നെ ആരെടുത്തോണ്ട് ഒരുകൂടാ? അതല്ല പിന്നെ മക്കളൊക്കെ ചോദിച്ചപ്പോ 2 ലക്കളൊക്കെ കൂടിപ്പോയാ. ലക്കളൊക്കെ ഇവിടെ വേണ്ട, വീട്ടിൽ പോയി ഇളക്കിയാ മതി. മക്കളൊക്കെ എവിടെയെന്ന്? മക്കളൊക്കെ പുറത്തിരുന്ന് പഠിക്കുവാ. അതെന്താ? അകത്ത് കയറാൻ സ്ഥലമില്ലേ? പുറത്ത് സ്റ്റേറ്റിൽ പോയി പഠിക്കുവാന്ന്. ഓഹോ എന്റെ ദൈവമേ, എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരല്ലേ. അതൊക്കെ ഞാൻ കടാകടിയന്മാരായ 4 പുലിക്കുട്ടികൾക്ക് ജന്മം കൊടുത്തവളാണ് ഞാൻ. ചിലതൊക്കെ കേൾക്കുമ്പോ മണ്ടയ്ക്ക് കയറുവാ. ഇതിന്റെ മറുപടി പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഘടാകടിയന്മാരായ പുലിക്കുഞ്ഞുങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ ചിരി ചൂപ്പാട്.
7 മണി കഴിയുമ്പോൾ നേരെ കിട്ടുമ്പോൾ ഇവിടെ വീട്ടിന്റെ അടുത്തോടെ ജനൽ വഴി ഒന്ന് പാസ് ചെയ്യണം. ഈ ഘടാഘടിയമായ പുലിക്കുഞ്ഞുങ്ങൾ ജനൽ തുറന്നിട്ട് അതിൽ കൂടെ മൂത്രം ഒഴിക്കും. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഞാൻ ഏതാദ്യമേ ശരിയാക്കട്ടെ? എന്റെ പൊന്നുവനെ TV സീരിയലൊക്കെ കാണാം, ആദ്യം TV ശരിയാക്ക്. അല്ല ടിവിക്ക് എന്തോ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ TV കാണുന്നില്ലെന്ന്. ഇവരെ കണ്ണ എന്തോന്ന് കുരുവോ ദാണ്ടി ഇരിക്കുന്നതിന്റെ സോപ്പൂട്ടിയാന്ന്. അതല്ലെന്ന്, TVയിലെ പടം കാണുന്നില്ലെന്നാ പറഞ്ഞത്. അതിനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിരിക്കട്ടെ, ടിവിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തറിയണം? ടിവിയുടെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയുടെ കളറിന്റെ ആക്കാമൈറ്റിന്റെ കളറിന്റെ എന്നാ? ടെലിവിഷൻ. ടെലിവിഷൻ അല്ല, പിന്നെ തല്ലും വഴക്കും. നമ്മളിപ്പോ രാത്രി പണിയും കഴിഞ്ഞൊക്കെ ഭർത്താക്കന്മാരെ വീട്ടിലോട്ട് വന്നിച്ച് വാർത്ത കാണണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ സമ്മതിക്കൂ? അവർ ഈ സീരിയലിൽ നിന്ന് പിടിപെടത്തില്ല. അപ്പൊ റിമോട്ടിന് വേണ്ടി ഭർത്താവ് ഒന്ന് പറയുന്നു, ഭാര്യ 2 പറയുന്നു, അങ്ങനെ അടിയായി ബഹളമായി. അതാണ് TV, തല്ലും വഴക്കും. അത് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ചേച്ചി? എന്റെ പൊന്നുമോനെ പറഞ്ഞില്ലേടാ, ഒരു മിന്നൽ, ഒരു പൊട്ടൽ, ഒരു ഒറ്റ അടി പോക മാത്രമേ ഞാൻ കണ്ടോല്ലടാ. ചേച്ചി ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നല്ല മിന്നലോ ഇടിയോ വരുമ്പോ ഉണ്ടല്ലോ, എല്ലാം ഊരി ഇട്ടിട്ട് കിടക്കണം. വൈറലാക്കാനായിട്ട് ചേച്ചി ഇത് എവിടെ പറഞ്ഞു കയറി പോകുന്നത്? പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി വയറൂരി വെച്ചിട്ട് കിടക്കണമെന്ന്. സെറ്റുമല്ലല്ലോ ഊരി വെക്കാൻ, 10 പറ്റ വയറാ. ഇത് എവിടെ ഊരി വെക്കുന്ന ഞാനിത് ആരോട് പറയാനാ? പറഞ്ഞതല്ലേ ഉള്ളു. എന്തായാലും ഇതൊന്ന് നോക്കിട്ട് വേണം. ടിവിയുടെ അകം കണ്ടിട്ടില്ലാത്തവരെല്ലാം വരൂ. വിളിക്കുന്ന കേട്ടാത്തോ ലുലുമാളില് ടൂറിന് കൊണ്ടുപോകുവാന്ന്. ഇതാണ് സംഭവം. നമ്മളെ പടം കാണിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ടാ, ഇതൊക്കെ കണ്ടാ? അണ്ണതാണ്ടി ഈ ഇരിക്കുന്ന ഇതെന്തോ അണ്ണ? അതാണ് കാതോട്. അപ്പൊ ആ ഇരിക്കുന്നത് കാതോരമായിരിക്കും അല്ലേ? കാതോട് കാതോരം. കാത്തോരനല്ലടി, ബീട്രൂട്ട് തോരൻ. ചേച്ചി എടുത്ത് പറഞ്ഞാ ഈ ഇരിക്കുന്ന സാധനമാണ് മദർ ബോർഡ്. അപ്പൊ ആ ഇരിക്കുന്ന ഫാദർ ബോർഡ് ആയിരിക്കും. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അത് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കണം, അതുകൊണ്ട് മദറും ഫാദറും ഇച്ചിരി പിണക്കത്തില്ല. എന്താ വല്ല കുഴപ്പമുണ്ടോ? അല്ല ചേച്ചി, ഈ വൈറ്റമിൻ ഗുളി എല്ലാം കൂടി ഇതിനകത്ത് വാരി ഇട്ടേക്കുന്ന എന്തിനാ? അയ്യോ, എനിക്ക് ആശുപത്രി എന്നാ ഗുളിയ മൊത്തം താണ്ടടാ ഇവിടെ വാരി ഇട്ടേക്കുന്നു. എന്റെ പെണ്ണുമ്പിള്ള അത് ഗുളിയല്ല, ഇത് ഇതിന്റെ കമ്പോണൻസ് ആണ്. ഇതുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തോളൂ. എന്നാ പിന്നെ അത് പറഞ്ഞുകൂടാ, ഞാൻ ഇപ്പൊ അടുത്ത് ഏറ്റേനല്ലേ ഗുളിയെന്ന് പറഞ്ഞ് വാരി തിന്നുകളയല്ലേ എന്റെ പൊന്നോ. അതെ, ഒരു സ്കൂട്ടർ കിട്ടുവോ? പഠിക്കാൻ വന്നവന് സ്കൂട്ടർ അല്ല, ഞാൻ ഇപ്പൊ ബുള്ളറ്റ് വാങ്ങിച്ചേരെ. സ്ക്രൂ ഡ്രൈവർ കിട്ടുമെന്ന്. സ്കൂട്ടർ മാത്രം പറയും, ഡ്രൈവറെ കൂടെ വെക്കണം. ഇവിടെ കാശിരിക്കുന്നത് വെക്കാനായിട്ട്. ചേച്ചി അതല്ല, മറ്റേ സ്റ്റാറിന്റെ സാധനം ഇല്ലേ ചേച്ചി? ചേട്ടാ നീ ഇവിടെ സ്റ്റാർ നോക്കാൻ വന്നേ അന്നോടാ നീ? ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ പറ ചേച്ചി, ഇത് ഇളക്കാനുള്ള എന്തെങ്കിലും കിട്ടുവോ? ഒരു ചട്ടുക എടുത്ത് ഓടി ചേച്ചി. വന്നല്ല, TV ശരിയാക്കാനായിട്ട് വന്നതാ. ഓ കാര്യം ചെയ്യ്, അലമാരയ്ക്ക് അപ്പുറത്ത് കുറെ ഉണ്ടാ പിരിപ്പുണ്ട്. അതിനകത്ത് ഏതെങ്കിലും പോയി ചെല്ല്. അവിടെ ഉണ്ടാ? അങ്ങോട്ട് ഇല്ല ചേച്ചി, ഞാൻ ഇതുകൊണ്ടാണോ ഈ കണ്ണി കണ്ട ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചെടുത്തില്ല. ഭയങ്കര തലവേദനയാന്ന്. ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ കുറ്റം പറയല്ലേ. നല്ല വെയിലത്ത് നീ വെട്ട് വിയർത്ത് വരുമ്പോ ഇച്ചിരി കാറ്റ് കൊള്ളണം, നീ എന്തോ ചെയ്യും? എന്തിന്? എന്റെ ഭർത്താവ് ചന്ദ്രനൻ വീശി തരും. അപ്പൊ 2 ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി അരിമാ വാട്ടണം, എന്ത് ചെയ്യും? എന്തിന്? എന്റെ ഭർത്താവ് ചന്ദ്രനൻ ആട്ടിത്തരും. അങ്ങനെയാണെങ്കിൽ 2 തുണി കഴിയണം, വാഷിംഗ് മെഷീനിൽ, നീ എന്ത് ചെയ്യും? ഓ, എന്റെ ഭർത്താവ് ചന്ദ്രനൻ അലക്കി തരും. ഭർത്താവിന്റെ പേര് ചന്ദ്രനല്ല, എന്തിനാ? റോബോട്ട് പോലും ചെയ്യാത്ത പണിയാ പാവത്തിനെ കൊണ്ട് ചെയ്യിക്കും. ഒരു യൂറോപ്പിലും പോത്തില്ല, ഇത് ശരിയാക്കിട്ട് പോയാ മതി. അതല്ലേ ചേച്ചി, ഞാൻ കണ്ടുപിടിച്ചു. എന്താന്ന്? ഫീസ് കെട്ടണം. എടാ ഇതെന്തോന്ന് കോടതിയോ ഫീസ് കെട്ടാൻ? അതല്ലെന്ന്, ഫീസിന്റെ കുഴപ്പമാണ്. എടാ എത്ര വേല തരാ നീ? അത് ശരിയാക്കാൻ TV കാണോടാ എനിക്ക്. എന്റെ ചേച്ചി നിങ്ങളുടെ വീട്ടിലെ ഫീസ് അടിച്ചു പോയതാണ്. ഒരു ചെറിയ ചെമ്പ് കമ്പി കെട്ടിയിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലാതെ ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്നാ വായി പണം നിൽക്കാതെ പെട്ടെന്ന് കെട്ടിയിട്ട സീരിയല് കാണട്ടെന്ന്. ഞാനേ ഫീസ് കെട്ടിയിട്ട് ഞാനങ്ങ് പോകും കേട്ടാ. ഊരി ഇട്ടേക്കുന്നവൻ ആര് വന്ന് ശരിയാക്കൂടാ? അതെ, എനിക്ക് അഴിച്ചിടാനേ അറിയാവൂ, തിരിച്ചു കയറ്റി ശരിയാക്കാൻ അറിഞ്ഞൂടാ. പിന്നെ കടയുടെ ഫ്രണ്ടിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നതോ ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടും. റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടും എന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്, അല്ലാതെ അത് ശരിയാക്കി കൊടുക്കുമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ലല്ലോ. പ്രാന്താ. നല്ലൊരു പെർഫോമൻസ് കണ്ടേ ചേച്ചി. കർണന് കവചകുണ്ടലം തിരിച്ചു കിട്ടിയതുപോലെ സജീവണ്ണന് നൈറ്റ് തിരിച്ചു കിട്ടി. കിടിലായിരുന്നു. അഞ്ജന ആസ് ഓൾവേസ് നമ്മളെ ഞെട്ടിച്ചു. പിന്നെ ചേട്ടനെ പറ്റി പറയേണ്ട കാര്യമില്ല, ഏത് ക്യാരക്ടറും കിടിലായിട്ട് തന്നെയാണ് ചേട്ടനും ചെയ്തത്. മൊത്തത്തിൽ നല്ലതായിരുന്നു അല്ലേ? അഞ്ജന ചേച്ചിയുടെ കരച്ചില്. കടാഘടിയന്മാരായ 4 ആൺമക്കളുടെ അമ്മ. എന്നിട്ട് അത് വിഷയം നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. കണ്ടാ ചിരിക്കും പറഞ്ഞപ്പോഴും നല്ലായിരുന്നു. അപ്പം ചേച്ചി നമുക്ക് ഇനി ബാറ്ററി നോക്കാം അല്ലേ? പിന്നെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് പണം ഒഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ
നൈറ്റിട്ട ചേച്ചിയുടെ മോഹം ഒന്ന് മാറി. അത്ര ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി Yes. 23,000 റുപ്പീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്നത്. ഒന്നും പറയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ. അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഇതിലും ഗംഭീരമായിട്ടുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മൾ ചിരിച്ച് ചാർജ് കയറ്റി തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഫ്ലോറിൽ അടുത്തതായിട്ട് ആരൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തെറിച്ച് പൊട്ടിച്ചിരിക്കും. അതെ, ഇനി വേറൊരു കാര്യം കൂടി, അത് ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് മെമ്പറായ ഒരാളും കൂടി വരാൻ പോവുകയാണ്. പിടികിട്ടിയ ചേച്ചി, നമ്മുടെ ബാറ്ററി ഓൺ ആണല്ലോ? ഓൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ വിളിക്കാം. ശ്യാം മങ്ങാട്, ശ്രീരാജ് ആൻഡ് നമ്മുടെ സ്വന്തം രാധിക ചേച്ചി. ഇണക്കമാണ് അടുത്തു വന്നാലും പൊന്നെ മടിച്ചു എന്റെ പുറകെ വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. നിന്റെ അടുത്ത് പോരുന്നാണ് പറഞ്ഞത്. വാ വീട്ടിലേക്ക്. ഓഹോ, അപ്പോഴും എന്റെ വാ മാത്രം വന്നാ മതി, ഞാൻ വരണ്ട. നിന്റെ വായും നാക്കും ഇവിടെ വെച്ചിട്ട് ബാക്കി വീട്ടിലോട്ട് വാ ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ട്. അയ്യോ, നല്ലൊരു 1-ാം തീയതി ഇതായിരുന്നു മോങ്ങുന്ന. എടി, 1-ാം തീയതി കരയാൻ പാടില്ല. അയ്യേ, പറച്ചിൽ കേട്ടതൊന്നും ബാക്കി എല്ലാ ദിവസവും ഞാനങ്ങ് ചിരിക്കുവാന്ന്. നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞാൻ എന്ന് ചിരിച്ചിട്ടുണ്ട്. പറ, പറ, പറ. എടി ലീലാസീതത്തോടെ നിന്റെ നാടകം അങ്ങ് സ്റ്റേജിൽ. ഇത് പബ്ലിക് ബസ് സ്റ്റാൻഡാണ്. മര്യാദ അങ്ങോട്ട്. എന്റെ പൊന്ന് രാഘവണ്ണ, നിങ്ങൾ കേക്കണം. ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കുമ്പോ എന്റെ അച്ഛൻ ഒരേ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, പെണ്ണിനെ നോക്കണേടാന്ന്. ഈ പെണ്ണിനെ ഒഴിച്ച് ബാക്കി എല്ലാ പെണ്ണുങ്ങളെ അങ്ങനെ നോക്കി. അമ്മാവൻ പറഞ്ഞു, പൊന്നിനെ നോക്കിക്കണ്ടേടാന്ന്. പൊന്നിനെ നോക്കിയില്ലടി ഞാൻ. ആ, എന്റെ പൊന്നു മാത്രം അങ്ങേര് നോക്കി. ഇപ്പൊ ആ ശനിയാഴ്ചക്കാരൻ അണ്ണാഴ്ച ഉള്ളതുകൊണ്ട് ഈ വരവിട്ട് ഞാൻ ചെത്തുന്നു. എങ്കിൽ രണ്ടിലൊന്ന് എനിക്ക് അറിയണം. ഇതുവരെ അറിയത്തില്ലയോ? അതുകൊണ്ട് അങ്ങോട്ടല്ല, അവിടെ കാണും. രണ്ടിലൊന്നും എനിക്കറിയാം. അതല്ല, നീ ഒന്നെങ്കിൽ എന്റെ കൂടെ വരുന്നുണ്ടോ അതോ നിന്റെ തോന്നിയാസം പോലെ നിന്റെ വീട്ടിൽ പോണ? ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. പകല് മൊത്തം പെണ്ണുങ്ങളുമായിട്ട് ഫോൺ വിളി, രാത്രി ഒടുക്കലത്തെ ചാറ്റലും. ഇത് ചാറ്റലല്ല, പെരുമഴ. മാറില്ലേ അങ്ങോട്ട്. ആ, പിന്നെ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, ഗായത്രി മോഹൻ. ഓഹോ, കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കുള്ള പരിപാടിയാണല്ലേ? ഈ ലീലെ അടുക്കളയിൽ നിന്നും മരങ്ങത്തെത്തിച്ച എന്റെ പ്രിയപ്പെട്ട നാടകാചാര്യൻ ഗായത്രി മോഹനൻ. ഇതെവിടെ പോണു? എന്താ വിളിച്ചത് കാര്യമായി, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഞാനങ്ങ് പോയനെ. ആ, പിന്നെ നിങ്ങളെ വഴക്കുണ്ടല്ലോ, അങ്ങനെ 2 കിലോമീറ്റർ അപ്പുറം എന്നാ കേൾക്കാം. എന്നാ പിന്നെ അവിടെ നിന്ന് കേട്ട് അവിടെ പോയാ പോരായിരുന്നു. എവിടെ പോത്? അവൻ പറഞ്ഞു ദൂരം കേട്ടു പോകാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ലീലെ, നിങ്ങളെ വഴക്ക് നാട്ടി മൊത്തം പാട്ടാ. പാട്ട് മാത്രമല്ല, ആ നാദൃശ പാരടി ഇറക്കിയിട്ടുണ്ട്. എന്നാലും സഹിക്കാം. ആ കുട്ടിയെങ്കിലും ഡയാനും കൂടെ അതിന്റെ വിഷ്വൽ റീൽ ചെയ്യാൻ പോകുന്നു. വൈറൽ. ഞാൻ ഒരു കാര്യം പറയാം, ലോക പ്രശസ്തനായി വേദിയിൽ ഗർജിക്കുന്ന ആരുടെ കാര്യമോ? എന്റെ കാര്യം. അത്രയ്ക്ക് വേണോ? വേറെ ആരുമില്ല പ്രൊമോട്ട് ചെയ്യാൻ. നിനക്ക് വല്ല ചിലവുണ്ടോടെ? പ്രശസ്ത നാടക നടൻ ഗായത്രി മോഹൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അല്ല, നിങ്ങൾ പേന്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഈ ഗായത്രി ഇട്ടേക്കുന്നത്? കൊള്ളാം, വെരി ഗുഡ്. ഗുഡ് ചോദ്യം. എന്റെ ഭാര്യയുടെ പേര് ഗായത്രി, എന്റെ പേര് മോഹനൻ. അങ്ങനെയാണ് ഗായത്രി മോഹൻ. കണ്ടുപടി, അങ്ങനെ ആ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്നാലും അച്ചിക്കൊന്തരാണെന്ന് പറയരുത്. എന്റെ കരുനാക്ക, ഞാൻ നാക്കൂല വളച്ച് പറഞ്ഞാണല്ലോ, നീ ഭൂമിക്ക് താന്നു പോന്നി. നാക്ക് നീട്ട്. എന്നാലും മീശയിൽ ഡൈ അടിച്ചപ്പോ കരി നാക്കിലാന്ന് പറയരുത്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇങ്ങനെ ഒറ്റ ഒരുത്തം കാരണമാണ് എനിക്ക് സ്റ്റേജിൽ കോൺക്രീറ്റ് കിട്ടാതെ പോകുന്നത്. ബാക്കി കല്ലേം കട്ടയും എല്ലാം സെയിലോട്ട് വരുന്നത്. ഇനി കോൺക്രീറ്റ് വന്ന ഒരു വീടിന്റെ പണി മൊത്തത്തിൽ തീരും. ഉന്നാരെ ശിക്ഷ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല, കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ കഷ്ടം. ഇതാ വായിന്നാ വന്നത്. ആശാനെ, ആശാൻ അറിയാമോ, ഞാൻ എന്റെ ചങ്കെടുത്ത് കാണിച്ചാൽ ഇവിടെ ചെമ്പരത്തി പൂന്നാണ് പറയുന്നത്. ഒരു കാര്യം പറ്റേ ലീലേ, സോ മിസ്റ്റർ വേറെ ചിന്തിക്കേണ്ട കേസില്ല. ഇതാണ് ചെമ്പരത്തിപ്പൂ, മനസ്സിലായോ? ഇതാണ് ചങ്ക്. അയ്യോ, ഇത്ര ചങ്കാകത്തില്ല, ഇതിവിടെ ആവുമ്പോ ഫുൾ ചങ്കാകും.
രണ്ടും കൂടെ ഭൂമി വളർന്ന് എങ്ങോട്ട് പോകണം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ കാര്യം സെറ്റാക്കാൻ വന്നത് നിങ്ങൾ തമ്മിൽ സെറ്റാകാൻ വന്നാണോ? മറ്റേ മെസ്സേജിന്റെ കാര്യം ചോദിച്ചു, ആ സീനേക്ക് അയക്കുന്ന മെസ്സേജിന്റെ കാര്യം ചോദിച്ചു. അയ്യോ കള്ളം, പച്ചക്കള്ളം. ഇവള് പറഞ്ഞതിന് ശേഷം എനിക്ക് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, മെസ്സഞ്ചർ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ചാറ്റ് ചെയ്യും? ആ ഇതുവഴി ഒന്നുമല്ല ചാറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഗൂഗിൾ പേ വഴിയാണ് ചാറ്റ് ചെയ്യുന്നത്. മെനിങ്ങാന്ന് രാത്രി പുതപ്പിന്റെ അടിയിൽ കൂടെ ഞാൻ കണ്ട്. എന്തോ ഏറ്റവും നല്ല ചാറ്റലിനുള്ള റിവാർഡ് ഇയാൾക്ക് കിട്ടുന്നത്. സിമിസൺ രവി വരൂ മോനെ. ഒരു 88 നാടകങ്ങളോളം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് വരെ ഒരു സോപ്പൊട്ടി പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പുതപ്പിന്റെ അടി കൂടി രാത്രി ഏത് ജൂറിയാടാ നിനക്ക് അവാർഡ്? അത് ഗൂഗിൾ പേയിൽ കിട്ടുന്ന റിവാർഡാണ്, ഗിഫ്റ്റ് വൗച്ചർ. സോറി, കാശ് വന്നപ്പം വ്യക്തത കിട്ടിയില്ല. കാണിക്കുന്നത് ആ ഫോൺ എടുത്ത് നമ്പർ കൂടെ. ഞാൻ വിളിക്കൂല. എങ്ങനെ വിളിക്കും? 2 ദിവസമായി എന്റെ ഫോൺ കട്ടായി കിടക്കുന്നു. ഇവൾക്ക് 500 രൂപ ചാർജ് ചെയ്യാൻ ചോദിച്ചു, തന്നിട്ടില്ല അവൾ എനിക്ക്. അവളുമായിട്ട് കൊഞ്ചാൻ വേണ്ടിയാ ഞാൻ കൊടുക്കത്തില്ല. ഇയാളുടെ വേല മനസ്സിരിക്കത്തേ ഉള്ളൂ. ഇയാളുടെ അച്ഛനെ വിറ്റ കാശേ എന്റെ കയ്യിലുണ്ട്. എനിക്ക് 500 കടന്താണ്. ഞാൻ വേറൊരു സംഭവം പറയാം. ഇത് IPSC ജുഡീഷ്യൽ പ്രകാരം ഒരു മകന്റെ ധർമ്മമാണ് ജീവനാംശം. അച്ഛനെ വിറ്റിന്റെ പകുതി പൈസ അവനുള്ളതാണ്. നിന്റെ തന്ത അല്ലല്ലോ നീ വിറ്റത്, അവന്റെ തന്ത അല്ലേ നീ വിറ്റത്. നിങ്ങൾ പറയട്ടെ. പിന്നെ സംഭവം പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട ജീവൻ നമ്മൾ രണ്ടുപേരും അകത്ത്. ദൈവത്തെ കൊടുത്ത് പകുതി കൊടുത്തങ്ങ് ഒതുക്കാൻ നോക്കും. ഇത് ഭയങ്കര വിഷയം. ഇത് നീ ഒരു 200 രൂപയിൽ കൊടുത്ത് പ്രശ്നം ഒതുക്കുന്നു. അവന്റെ തന്തയില്ല, അവന്റെ ഓഹരി കൊണ്ട് നീ. എന്റെ അച്ഛൻ എന്നാ മാങ്ങയായി പറയുന്നത്? തേങ്ങന്നല്ലേ ഇത്? തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയില്ല. ഞാനൊന്നും വിറ്റില്ല. എന്താ കിട്ടാനാ വിറ്റാ തന്നെ അങ്ങനെ. രവി മക്കളെ വേറെ ഒന്നുമില്ലടാ, നീ ഞാനും സത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ സംഭവം കമ്പോള നിലവാരത്തിൽ നിന്റെ അച്ഛന്റെ വില മൊത്തത്തിൽ ഇടിഞ്ഞു. ആ പ്രോപ്പർട്ടിക്ക് വലിയ വിലയില്ല. പിന്നെ നീ ഒരു ഫോട്ടോ ഓയിലേക്ക് ഇട്ട് നോക്കാം, മറിച്ച് പോകുന്ന പോട്ടെ കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. നീ ആ നമ്പർ കിടത്താ, ഞാൻ വിളിക്കട്ടെ. ആശാൻ പറഞ്ഞോണ്ട് മാത്രം നമ്പർ ഞാൻ തരാം. ഇതെന്തോടാ 20 നമ്പരോ? ട്രംപിന് പോലും എത്ര നമ്പര്? അയ്യോ, സ്നേഹക്കാരിയുടെ 2 സിമ്മിലോട് നമ്പർ ഒരുമിച്ചിട്ടേക്കുവാ കേമൻ. അത് കുഴപ്പമില്ല, 2 സിം കൂടെ ഞാനേ ഒറ്റ സിമായിട്ട് വിളിയാ. മക്കളെങ്കിൽ വന്നൊരു കാര്യം പറട്ടെ, ഇരുന്നേ, അത് ഞാൻ വിളിച്ചോളാം. നമ്പർ കാണിച്ചു, അത് നമ്പർ നമ്മൾ അത് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കാര്യം പറട്ടെ, ലീലേ എന്തായാലും തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് പറ്റി, നീ അങ്ങ് പൊറുക്ക്. 20 കൊല്ലം കൂടാ പുറത്തത്. അങ്ങനല്ല, ഞാൻ ജീവിക്ക്, ക്ഷമിക്ക് നീ. രവി പോട്ട് കളായ വിഷയങ്ങളെല്ലാം കളാ, തീർപ്പാവും. പിന്നെ മക്കളെ നമ്മളതൊന്ന് ചിന്തിക്കണം. ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണി പോലെയാ. ഈ തോണി നമ്മൾ തുഴഞ്ഞു 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 എവിടെ കയറി പോന്നു? ഞാൻ അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. ഇന്നെന്തോ ഇങ്ങോട്ട് പറ. ഞാൻ പറ അക്കാര്യമില്ല, ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തോണി വരുന്നില്ലേ? അല്ല വിളിച്ചില്ല. എന്റെ കല്യാണോ? ഇങ്ങോട്ട് പോടാ, ഞാൻ കാര്യം പറഞ്ഞു. എന്തോ നിങ്ങൾ കാണിക്കുന്നെന്തോ? ഒന്ന് കൈ കിടത്താൻ. മക്കളെ വേറെ ഒന്നുമല്ല, എന്തായാലും സംഭവിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് കളിയാണ്, അടിച്ചു പൊളിക്കും. 100 പിന്നെ ഒരു 10-100 കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ട്, 4-5 ഉത്സവ കമ്മിറ്റിക്കാരുണ്ട്, ഏജൻസി സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. ക്ലാഷ് ആവരുത് ഒരു കാരണവശാലും. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡാ, ശ്രദ്ധിക്കണേ. പിന്നെ തട്ടിയുടെ സൈഡിൽ വന്ന് നിൽക്കരുത്, ശ്രദ്ധിക്കണം. അടിച്ചു പൊളിക്കണം. അടിച്ചു 100. നിങ്ങൾ നമ്മുടെ കാര്യം സെറ്റാക്കാൻ വന്ന ഇവിടെ മെഗാ ഷോ കളിക്കാൻ വേണ്ടി വന്നതാ. സോറി, അത് എനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്ക്. ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ഹലോ ഹലോ സീനയാ? ഹലോ സീന, ഞാനൊരു കാര്യം പറയാം. ആ രവിയില്ലേ, ആ സീന മേലിൽ അവനെ വിളിച്ചു വരുന്നത്. ഏയ്, ഞാൻ ഷട്ടിക്കാരനാ. ഞാനൊരു വാക്കേ പറയത്തുള്ളൂ. വിളിക്കരുത്. അതിൽ വേറെ വർത്തമാനമൊന്നുമില്ല. എന്തോ കാണിക്കുന്നേ? കോഴിക്കോട് കോയ തിയേറ്റേഴ്സിന്റെ കുഞ്ഞണം കുത്തുന്ന കുഞ്ഞമ്മ നാടകത്തിലെ ക്രൂരനായ കുടുംബസ്ഥൻ കുഞ്ഞച്ചനല്ല ഞാൻ. സീതത്തോട് സൗപർണികയുടെ സുന്ദരി കുഞ്ഞമ്മയ്ക്കൊരു സുമ്മ എന്ന ഉമ്മ എന്നല്ലേ? ചേട്ടൻ കുറെ നേരം കൊണ്ട് കാവച്ച് കാറ്റുമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സാവച്ചൊന്ന് സ്പീച്ച് ചെയ്താ. ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. സി അല്ലേ? പാമ്പ് ചീറ്റിയല്ല, സീനെ ഞാൻ നീ സി എന്നേ വിളിക്കത്തുള്ളൂ.
പട്ടിമുഖയില്ല മോങ്ങാൻ പറഞ്ഞു. അതല്ല മോഹനേട്ടാന്നുള്ളത് ഞാൻ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ സീനെ കുറിച്ച് എനിക്ക് ഇപ്പൊ ഒരു പാട്ട് മനസ്സിൽ വന്നു. ഞാൻ പാടട്ടെ. ഹലോ മിസ്റ്റർ സീന, നാളെ എന്റെ ബർത്ത്ഡേ, തലേനേ വരണേ, പുറത്താരോടും പറയല്ലേ, ഇടിയപ്പം തിന്നാം, പിച്ചി പിച്ചി തിന്നാം. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? അമ്മച്ചേരി റെക്കോർഡ് ചെയ്ത പാട്ടല്ലത്, ഞാൻ പാടിയത്. കുട്ടികളെ ഒന്ന് പറഞ്ഞോളൂ. കുട്ടികളെ ഒരു മിനിറ്റേ, അല്ല ഞാൻ പാടിയതെന്ന് പറഞ്ഞോളൂ. ചേച്ചി പാടിയത് ചേച്ചി സത്യമായിട്ടും സ്വരമാധുര്യത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തതാ. സത്യം സത്യം, അവരെ നാവ് കള്ളം പറയത്തില്ല. സത്യം. പഞ്ച ആരും ഇല്ലല്ലോ ഇവിടെ, ഒറ്റ മനുഷ്യൻ ബസ് സ്റ്റാൻഡിൽ ഇല്ലല്ലോ. അമ്മച്ചിയാണ് ഞാൻ പാടിയതാണ്. പിന്നെ ഞാൻ വേറെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഈ വരുന്ന ജൂൺ മാസം ആദ്യ വാരം മുതൽ എന്റെ പുതിയ നാടകത്തിന്റെ പേര് കന്യാകുമാരിയിൽ ഒരു കല്യാണം. ആരുടെ? ഞങ്ങളെ. ഗായത്രി മോഹൻ? നോ, സീന മോഹൻ. Radhika Chichi, welcome back. Thank you. Really missed you. Congratulations. Thank you. ചേച്ചി ഒരു കാര്യം പറയട്ടെ, രാധിക ചേച്ചി എവിടെന്നാ ജയിച്ചെന്നറിയാവോ? എവിടുന്ന്? ഞങ്ങളുടെ നാട്ടിലാ, ഏഴംകുളത്ത്. ആണോ? നീ ഇതിന് വോട്ട് ചെയ്തോ രാധിക ചേച്ചിക്ക്? ഇല്ലല്ല, വേറെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഒരു പഞ്ചായത്താണ്, വാർഡ് 2 അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത്. അല്ല ചേച്ചി, ജയിച്ചു കഴിഞ്ഞേ അവിടെ ഉള്ള നാട്ടുകാരെ മൊത്തം കണ്ടിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഇപ്പോഴാണ് വരുന്നത്. ലഡു എവിടെ? ലഡു വരുന്നേ. എനിക്കാന്നേലും നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് വരാൻ നിങ്ങളെയൊക്കെ കാണിക്കാൻ അങ്ങ് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഞാൻ സ്കിറ്റൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ആദ്യം ഒന്ന് കണ്ടേച്ച് ഞാനങ്ങ് കയറി മുറിക്കകത്തോട്ട് പോകും. അമ്മയൊക്കെ ഇരുന്ന് കാണും. രാധിക ചേച്ചിയെ പോലെ തന്നെ മറ്റൊരു സന്തോഷം നമ്മളെ മങ്ങാട് ശ്യാമണ്ണൻ. അടിപൊളി. കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും വെൽക്കം ബാക്ക്. ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ? നോക്കിയാലോ? ആ, പഴയ മൊമെന്റിലേക്ക് വന്നല്ലേ. ബാ നോക്കാം. പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ അടിപൊളി. അപ്പൊ ഇവരുടെ പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 30,000 രൂപയാണ്. ബാങ്ക് ഓഫ് ബോംബെ 30,000 ക്രെഡിറ്റ് ചെയ്യാവോ? ആഹാ, സന്തോഷം സന്തോഷം. ഹാപ്പി ആയില്ലേ? അപ്പൊ അടുത്ത തവണ വീണ്ടും കാണാം. നീവൊക്കെ എടുത്ത് വരണേ. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന എന്തിനാന്നറിയോ? അർജുന്റെ സൗണ്ട് കേൾക്കാനാ. അങ്ങനെ പാട്ട് തുടങ്ങിയാലോ? നല്ലൊരു കൈ എടുക്കാം. അതില്ലേ അവിടെ അതെന്ത്? അത് പറഞ്ഞില്ലേ? കണ്ണേലു കണ്ണായ കണ്ണ കാതു കൊള്ളേനെ. കണ്ണീനു കണ്ണായ കണ്ണ കാതു കൊള്ളേനെ. അമ്പാടി ഞാൻ മുണ്ട് കൊടുത്തു. അമ്പാടി തന്നെ യോരുണ്ണിയുണ്ട ഞാനെ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ട
ഉണ്ണിക്കു പേരുണ്ണി ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനന്തങ്ങനെ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനുണ്ടങ്ങനെ ഉണ്ണിക്കൈരണ്ടേയോ ഉണ്ണി ചൂടുണ്ണി കൂയുളുണ്ടങ്ങനെ ഉണ്ണിക്കോരുണ്ണിക്കുഴലുമുണ്ടങ്ങനെ വിശ്വന തന്നായതിന്റെ വിശ്വന തന്നായതിന്റെ വിശ്വന തന്നായതിന്റെ പിസ്സി ഉന്നോണങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ ആസനം മറ്റാരുളില്ലൻ ആസനം മറ്റാരുളില്ലൻ ആസനം മറ്റാരുളില്ല അച്യുതനാദൈ ആശ്രയം മറ്റാരുമില്ലൂതനാണേ ഓ ദൈവൈ തകത ധീരഗതോ തകധീയതിത്തോ ദിത്തോ ദിഗിതോ കോടിന്റെ തിമ്മതകത്തി തോടാടി ഗോവിന്ദ ആടി ഗോവിന്ദ അടി ഗോവിന്ദ ഒരു മിനിറ്റ് ലയൺ കിങ്ങിന്റെ പോലെ പരിപാടി കഴിഞ്ഞാൽ നിക്കൂല ഇവിടെ പരിപാടി പരിപാടി കഴിഞ്ഞാ അടുത്ത പരിപാടിക്ക് പോണം അല്ലേ? ഇവരിലാരെങ്കിലും തെറ്റിച്ചോ മോനെ ഇതില് ആരും അർജുൻ നേരത്തെ ഒരു പാറുവിന്റെ കാര്യം പറഞ്ഞില്ലേ? ആരാ അർജു പാറു? അച്ചപ്പച്ചി മോൾ അച്ചപ്പച്ചീന്റെ മോളാണോ? ആണോ? ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഞാൻ കാട്ടി പഠിച്ച വീട്ടിലാരെങ്കിലും പാടുവോ? ആ വീട്ടിൽ പാടുന്നു വീട്ടിൽ പാടത്തില്ലേ? ചെന്നിത്തല പള്ളിയോട് ചെന്നിത്തല പള്ളിയോടം പള്ളിയോടം അത് കേട്ട് പഠിച്ചാ അത് ഇനി അങ്ങോട്ട് ഇങ്ങനെ പാടി 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 കേറി പോണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും പുതിയ ജനറേഷൻ പിള്ളേര് വന്നു, പഴയ കേരളത്തിന്റെ ആ ഒരു കൾച്ചർ ഇല്ല എന്നൊക്കെ പറയെങ്കിലും ഇവൻ അതിന്റെ ഒരു വലിയ ഫാക്ടറാണ്. കേരളത്തിന്റെ ആ കൾച്ചർ അതുപോലെ നിലനിന്ന് പോകുന്ന മക്കളുണ്ട്. പക്ഷേ അർജുന്റെ കൂടെ ഞാൻ വേറെ ഒരു വലിയ കാര്യം പറയാം. ഈ നമ്മുടെ പാണ്ഡവാസ് ഇല്ലേ, ടീം പാണ്ഡവാസ്, വലിയൊരു കൈയടി, സൂപ്പർ സപ്പോർട്ട്. അച്ഛന്റെ പേരെങ്ങനെയാ? എന്റെ പേര് വിനീത് എന്നാണ്. വിനീത്. അമ്മയുടെ പേരെന്നാ? വീണ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ ചേച്ചിയും കൂടെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. വീണയും വന്നിട്ടുണ്ട്, എന്റെ അമ്മയും വന്നിട്ടുണ്ട്, വീണയുടെ അച്ഛനും വന്നിട്ടുണ്ട്. അവരെയും കൂടെ അമ്മയെ സമാധാനിപ്പിക്കുന്നത്. അല്ല, അമ്മ വിഷമിക്കണ്ട, മോൻ ഓക്കെയാണ്, നന്നായിട്ട് ചെയ്തു. എന്തായാലും ചേച്ചി വിതൗട്ട് എനി ഡൗട്ട് എനിക്കൊരു കാര്യം ഇതെന്ന് ഉറപ്പിക്കാം. നമ്മൾ സാധാരണ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളൊരു നമ്മുടെ അർജുൻ കുട്ടിയല്ലേ ഇന്നത്തെ മെയിൻ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മുടെ അർജുനാണ്. കൺഗ്രാജുലേഷൻ. സ്വന്തമായിട്ട് വിസിലടിച്ച് ഹാപ്പി ആയോ? ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ അർജുൻ സാരഥി. നേരെ നോക്കിക്ക് ഒരു കിരീടം വരുന്നത് കണ്ടോ?
അവൻ ഇതൊക്കെ നോക്കുക. താങ്ക് യു. താങ്ക് യു. അർജുൻ മോന് ഒരു സമ്മാനം കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. നോക്കിയേ, അടുത്ത സമ്മാനം നോക്കിയേ. അവൻ അതിന്റെ ഉള്ളിൽ എന്താന്നൊക്കെ നോക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആ. അല്ല, ഒരു സിനിമ പാട്ട് പാടിക്കോ? ഇനി എന്റെ കുട്ടിക്കാലം മുതൽ ലാലേട്ടനെയാണ് ഇഷ്ടം. അപ്പൊ ഇവന് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നെഞ്ചിനകത്ത് ഞാനിപ്പോ ലാലേട്ടനെ മെസ്സേജ് അയച്ചു. അർജുൻ, ലാലേട്ടൻ പറഞ്ഞു ബ്ലെസ്ഡ്, ഒരുപാട് അനുഗ്രഹം ലാലേട്ടൻ അയച്ചിട്ടുണ്ട് കേട്ടോ. നെഞ്ചിനകത്ത് പാടും. ചിന്തി പിരിച്ച് ഉണ്ട വടക്കി വിഷ വലിച്ച് ചോറ് തിരത്ത് പീപാവച്ച് ബൈക്കടത്ത് കിക്കറച്ച് ലലൂട്ടൻ. അവനെ ലാലൂട്ടനാണ്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ലാലൂട്ടിലേക്ക് ഇത് എത്തിക്കണം. ലാലൂട്ടൻ അറിയണം ഞങ്ങളുടെ അർജുൻ മോൻ ഇവിടുന്ന് ലാലൂട്ടിന് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ടീം പാണ്ഡവാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അർജുൻ.